വിദ്യാർത്ഥികൾക്ക് ബാലസാഹിത്യ കൃതികൾ വിതരണം ചെയ്തു. ഓച്ചിറ മടത്തിൽക്കാരന്മ നവഭാവന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലായിരുന്നു പുസ്തകം വിതരണം ചെയ്തത്. മടത്തിൽക്കാരന്മ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ നൽകിയത്. ഓച്ചിറ മടത്തിൽക്കാരന്മ നവഭാവന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മടത്തിൽക്കാരന്മ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികൾക്കാണ് ബാലസാഹിത്യ കൃതികൾ വിതരണം ചെയ്തത്. ബാലസാഹിത്യ കൃതികൾ കുട്ടികളിലേക്ക് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന വായനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും വായനയിൽ കുഞ്ഞുമാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും, വായിച്ചാൽ ഇളയും എന്ന് പറയുന്നത് പോലെ നമ്മളെ വായിച്ച് ഇളഞ്ഞ് തന്നെ കുഞ്ഞുങ്ങൾ വളരേണ്ടതായിട്ടുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളും യുവ തലമുറയും അറിവ് കൂടിയിട്ട് തിരിച്ചറിവില്ലാതെ വരുന്ന ഒരു സാഹചര്യം. കുട്ടികൾ ഫുൾ A+ വേണ്ടി പഠിക്കുമ്പോൾ ജീവിതത്തിൽ A+ കിട്ടാതെ പോകുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇത് കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലും വളരെയധികം അറിവുണ്ട്. മാതാപിതാക്കളെ തിരിച്ചറിയാനുള്ള അറിവില്ലായ്മ ഉണ്ട്. ഗ്രന്ഥശാല പ്രസിഡന്റ് കയ്യാലത്തറ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുണ്ടെന്ന് തന്നെ ബാലസാഹിത്യം. കാരണം കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മുടെ ഗ്രന്ഥശാലയിൽ പുസ്തകോത്സവ സമയത്ത് പോലും അത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യും. ആയതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാലയിൽ പലപ്പോഴും ചിത്രരചന മത്സരം ഇല്ല. ഒരു മാസത്തിൽ ഒരു പരിപാടി വീതം മടത്തിൽക്കാരന്മ നവഭാവന ഗ്രന്ഥശാല നടത്തി. സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണയിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന പ്രവീൺ, ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് അംഗം BS വിനോദ, ലഹരിയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ യൂഖാൻ എന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും, അതൊരു അയൽക്കൂട്ടമാവട്ടെ, അതൊരു സ്കൂളാകട്ടെ, അതൊരു ഗ്രന്ഥശാലയാകട്ടെ, അത് ഏത് സംഘടനകളാണെങ്കിലും അതെല്ലാം കൂടി യോജിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്. മാളു സതീഷ്, KP ബിന്ദു, M ഗോപാലകൃഷ്ണപിള്ള, M രാമചന്ദ്രൻ പിള്ള, സതീഷ് പള്ളേമ്പിൽ, ജയഹരി കയ്യാലത്തറ, K ബ്രഹ്മദാസ്, K ഷീബ, റാസി M മെഹറാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.